പ്രിയപ്പെട്ടവരെ, 6 ദിവസം അധ്വാനിച്ച് എല്ലാ ജോലികളും ചെയ്തു കൊള്ളുക. എന്നാൽ 7-ാം ദിവസമായ ഞായറാഴ്ച കർത്താവിന്റെ സാബത്താണ്. അന്ന് നീയോ നിന്റെ മകനോ മകളോ ദാസനോ ദാസിയോ നിന്നോട് വസിക്കുന്ന പരദേശിയോ മൃഗങ്ങളോ ഒരു വേലയും ചെയ്യരുത്. വലിയൊരു കാര്യമാണ് പ്രിയപ്പെട്ടവരെ. സാപത്തെ ലംഘിച്ച് മുന്നോട്ട് പോയാൽ അടിമതറി താഴെ വീഴും. തിരിച്ചറിയണം. ഈശോ പറയാ, 3-ാമത്തെ ദശാംശം എന്താ എഴുതിയിരിക്കണേ? മലാക്കിയുടെ പുസ്തകം 3-ാം അധ്യായം 8-ാമത്തെ തിരുവചനം. മലാക്കി 3:8. മനുഷ്യൻ ദൈവത്തെ കൊള്ളയടിക്കുമോ? വലിയൊരു വശമാക്കാം. മനുഷ്യൻ ദൈവത്തെ കൊള്ളയടിക്കുമോ? കൊള്ളയടിക്കാത്ത ചിന്ത പേരുകളെ കർത്താവിന്റെ കരത്തിൽ നിന്ന് കൈക്കൊണ്ടിന്റെ സ്വഭാവം കർത്താവിനെ മനുഷ്യൻ ദൈവത്തെ കൊള്ളയടിക്കുമോ? ക്രിസ്ത്യന്മാർക്കാണ് എന്നിട്ട് ചോദിക്കുക, എന്നാൽ നിങ്ങൾ എന്നെ കൊള്ള ചെയ്യുന്നു, എങ്ങനെയാണ് ഞങ്ങൾ അങ്ങയെ കൊള്ള ചെയ്യുന്നതെന്ന് നിങ്ങൾ ചോദിക്കുന്നു. ദശാംശങ്ങളിലും കാഴ്ചകളിലും തന്നെ. ദശാംശങ്ങളിലും കാഴ്ചകളിലും കർത്താവിനെ കൊള്ളയടിക്കുക. ഞാൻ പ്രിയപ്പെട്ടവരെ, ആദ്യത്തെ ഈ 3 കാര്യങ്ങൾ അച്ഛനോട് പറഞ്ഞു. ആദ്യം പ്രാർത്ഥന. എന്റെ കുടുംബവും ഞാനും പ്രാർത്ഥനയിലേക്ക് ഊഴ്ന്നു വീണു. രാത്രിയുടെ യാമങ്ങളിൽ 3 മണി മുതൽ എഴുന്നേറ്റിരുന്ന് ജപമാല ചെല്ലും, കുരിശിന്റെ വഴി ചെല്ലും. അങ്ങനെ കിടന്നുറങ്ങും. നേരമെടുത്ത പലിശക്കാര് ബാങ്കിൽ നിന്ന് വിളി, കോടതിയിൽ പോകണം 10 മണിക്ക്. എന്ത് ചെയ്യണമെന്ന് അറിയില്ല പ്രിയപ്പെട്ടവരെ. ഇങ്ങനെ ബലം എന്ന് പറയുന്നത് ബൈബിൾ വായിക്കുക മാത്രം, പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുക. പെറ്റമ്മ മറന്നാൽ ഞാൻ നിന്നെ മറക്കില്ല. ഓരോ വചനം കേൾക്കുമ്പോൾ ഇത് തോർത്ത് വെക്കും. തോവിന്റെ 4:21. മകനെ മകളെ, നമ്മൾ ദൈവത്തിനായി ആദ്യം വേണ്ട. നിനക്ക് ദൈവത്തോട് ഭക്തി ഉണ്ടായിരിക്കുകയും ദൈവത്തിന് പ്രീതികരമായി അനുഷ്ഠിക്കുകയും ചെയ്താൽ നിന്റെ കയ്യിൽ നിന്ന് കൈവിട്ടു പോയ സമ്പത്ത് നിനക്ക് തിരികെ ലഭിക്കും. മകനെ, നമ്മൾ ദരിദ്രരായി തീരുന്നത് നിനക്ക് ആദ്യം വേണ്ട. നിനക്ക് ദൈവത്തോട് ഭക്തി ഉണ്ടായിരിക്കുകയും നീ പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും അവിടുത്തേക്ക് പ്രീതികരമായി അനുഷ്ഠിക്കുകയും ചെയ്താൽ നിനക്ക് വലിയ സമ്പത്ത് കൈവരും. ഇതൊരു വചനം വായിക്കുമ്പോഴും ശക്തിയായിരിക്കും. പിൽക്കാലം 19 ദൈവം തന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി നിനക്ക് ആവശ്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇത് കർത്താവിന്റെ സന്നിധി പ്രാർത്ഥിച്ച് യാചിച്ച് ബൈബിൾ വായിച്ച് കിട്ടുന്ന വചനമൊക്കെ എഴുതി വെച്ച് പഠിച്ച് പ്രാർത്ഥിച്ചു. ആദ്യത്തെ പൂർത്തീകരിക്കുമ്പോൾ അച്ഛൻ എന്നോട് ഒറ്റയ്ക്ക് വിളിച്ച് പറഞ്ഞൊരു സംഭവമുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു പ്രാർത്ഥനയാണത്. മത്തായി സുവിശേഷം 18-ാം അധ്യായം 19-ാമത്തെ തിരുവചനം. മത്തായി 18:19. ഭൂമിയിൽ, വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, ഭൂമിയിൽ നിങ്ങളിൽ 2 പേർ യോജിച്ച് ചോദിക്കുന്ന ഏത് കാര്യവും എന്റെ സ്വർഗ്ഗസ്ഥനായ പിതാവ് നിറവേറ്റി തരും. അച്ഛൻ പറഞ്ഞതാ ഞാൻ നിങ്ങളോട് പറയുന്ന. പ്രിയപ്പെട്ടവരെ, സ്നേഹം ബഹുമാനപ്പെട്ട ഭർത്താരച്ഛൻ നേരിട്ട് രീതിയിൽ എന്റെ കൈ പിടിച്ച് പറഞ്ഞതാ. ചങ്കുപൊട്ടി പറഞ്ഞു, അച്ഛൻ ചേട്ടാ, ജീവിത പങ്കാളിയുടെ കൈയിൽ കോർത്ത് പിടിച്ച് മരിക്കാൻ നിങ്ങൾ തീരുമാനിച്ചില്ലേ? ജീവിക്കാൻ തീരുമാനിക്കേ. ഭാര്യയും ഭർത്താവും ഒരുമിച്ച് കട്ടിലിൽ കയറിയിരുന്ന് കിടക്കുന്നതിന് മുൻപ് കൈകോർത്ത് പിടിച്ച് നിങ്ങളെ വചനം വെച്ചെന്ന് പ്രാർത്ഥിച്ച് ഭൂമിയിൽ നിങ്ങളിൽ 2 പേർ യോജിച്ച് ചോദിക്കുന്ന ഏത് കാര്യവും എന്റെ സ്വർഗ്ഗസ്ഥനായ പിതാവ് നിങ്ങൾക്ക് സാധിച്ചു തരും. വചനമാണ് പ്രിയപ്പെട്ടവരെ. കാലത്തോളം ഇത് ചെയ്തുകൊണ്ടിരിക്കുക ദൈവസന്നിധി.
നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യണം. രോഗമുള്ളവര്, വേദനയുള്ളവര്, തകർച്ചയുള്ളവര്, കടബാധ്യതയുള്ളവര്, ഒരു വീട് വെക്കാൻ പറ്റാത്തവര്, മക്കളുടെ പ്രശ്നങ്ങള്, പ്രതിസന്ധികള്, വീട്ടിൽ എന്തും വഴക്കുള്ളവര്, ഈ വചനം വെച്ചൊന്ന് പ്രാർത്ഥിച്ചു നോക്കി. ഭാര്യയും ഭർത്താവും കൈകോർത്ത് പിടിച്ച് കിടക്കാൻ പോകുന്ന സമയത്ത് ഒരു വിശ്വാസ പ്രമാണം ചെല്ലിയാൽ മതി പ്രിയപ്പെട്ടവരെ. അധികമൊന്നും വേണ്ട. ചങ്കുമുട്ടും. കർത്താവിടപെടും. ആദ്യത്തെ പ്രാർത്ഥനകൾ ചൊല്ലി, രണ്ടാമത് സാപത്ത് ആചരിച്ചു, മൂന്നാമത് ദശാംശത്തിലേക്ക് പോയി. പ്രിയപ്പെട്ടവരെ, മലാക്കിയുടെ പുസ്തകം 3-ാം അധ്യായം 9-10 തിരുവചനം അതുകൂടി വായിക്കാൻ. പ്രിയപ്പെട്ടവരെ, മലാക്കിയുടെ പുസ്തകം 3-ാം അധ്യായം 9-10. നിങ്ങൾ ജനം മുഴുവനും എന്നെ കൊള്ള ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾ അഭിശപ്തരാണ്. ദശാംശം മുഴുവൻ എന്റെ കലവറയിലേക്ക് കൊണ്ടുവരുവിൻ. എന്റെ ആലയത്തിൽ ഭക്ഷണം ഉണ്ടാകട്ടെ. ഞാൻ നിങ്ങൾക്കായി സ്വർഗ കവാടങ്ങൾ തുറന്ന് അനുഗ്രഹം വർഷിക്കുകയില്ലേ എന്ന് നിങ്ങൾ പരീക്ഷിക്കുവിൻ. സൈനികരുടെ കർത്താവ് അരുളി ചെയ്യുന്നു, പരീക്ഷിക്കുവിൻ. എന്റെ പ്രിയപ്പെട്ടവരെ, അച്ഛൻ എന്നോട് പറഞ്ഞത് ലാഭത്തിന്റെ 10% ഇൻസെന്റീവ് കൊടുക്കണം. നിലത്ത് കിടന്ന് മൂക്കുകൊണ്ട് ഇഷ്ടാവരക്ഷണ ഞാൻ 1 കോടി കടം. 1 കോടി രൂപ എന്ന് പറഞ്ഞാൽ 25 കൊല്ലം മുന്നേ 1 കോടി രൂപ കടം എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ നിങ്ങളൊന്ന് ചിന്തിച്ചോ. ഇന്നത്തെ 25 കോടി 30 കോടി വരും. $55-60 പവൻ കിട്ടി എന്റെ ഭാര്യയ്ക്ക്. എല്ലാം വിറ്റ് തടച്ചു. മുഴുവൻ മദ്യപിച്ചിട്ട് പ്രിയപ്പെട്ടവരെ, കച്ചവടത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒരു ചിട്ടി ചേരും, അത് വിളിക്കും. അടുത്ത ചിട്ടി ചേരും, അത് വിളിക്കും. ഇതിന് ലാഭമില്ലാതെ ആകുമ്പോൾ പുറത്തുനിന്ന് പലിശയ്ക്ക് കാശ് മേടിക്കും. ഈ പലിശ അടയ്ക്കണം, ചിട്ടി അടയ്ക്കണം, ബാങ്കിൽ നിന്ന് ലോൺ എടുക്കും, പേഴ്സണൽ ലോൺ എടുക്കും. അവസാനം എല്ലാം കൂടി ജാമാകും. ഇതിൽ കടബാധികളുള്ളവരൊക്കെ അങ്ങനെ തന്നെ വന്നിരിക്കുക, അല്ലാതെ ചീത്ത വഴിക്ക് നടന്നിട്ടല്ല. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വയ്ക്കും, ഇവിടെ നിന്ന് ഇങ്ങോട്ട് വയ്ക്കും, ഇവിടെ നിന്ന് ഇങ്ങോട്ട് വയ്ക്കും, അങ്ങോട്ട് വയ്ക്കും, തെക്കും വടക്കും വടക്കാതെ കിഴക്കും അങ്ങോട്ട് വെച്ച് കളിക്കും. അവസാനം പാതാളത്തിലേക്ക് താഴ്ന്നു പോകും, രക്ഷയില്ലാത്ത അവസ്ഥയിലേക്ക് പോകും. പ്രിയപ്പെട്ടവരെ, ഒരു ഗതിയിലാണ് ഞങ്ങൾ അനുഭവിച്ച വേദന നിങ്ങൾക്കറിയാം. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, നമ്മളെ ക്രിസ്ത്യാനികളെ കല്യാണത്തിന് പോകുമ്പോൾ എങ്ങനെ പോകാം. നല്ല വണ്ണം വളയും സ്വർണവും എല്ലാം പണിഞ്ഞൊരുങ്ങി വലിയ നല്ല സാരിയൊക്കെ എടുത്തിട്ട് നമ്മൾ അറിഞ്ഞാൽ അതൊരു കാലഘട്ടത്തിൽ അങ്ങനെയൊക്കെ ജീവിച്ചിരുന്നവരെ ഞങ്ങൾ പ്രിയപ്പെട്ടവരെ പിന്നീട് പോകാനായിട്ട് ഗതിയില്ലാതെ വന്നപ്പോൾ അമ്മച്ചിമാർക്കറിയാം, 1 ഗ്രാം മുക്കിൽ ചേർത്ത 1 ഗ്രാം എടുത്ത് കഴുത്തിലിട്ട് നല്ല വേദിക്കുമ്പോൾ അമ്മച്ചിമാരിട്ടവർക്കറിയാം ഇത് ചൊറിയും ചൊറിയും. വളകയിലിട്ട കൈ ചൊറിയും, കാലും പാദത്തിലിട്ട കാല് ചൊറിയും. എല്ലാവരുടെയും കുറ്റബോധം, എല്ലാവരെയും എല്ലാവരും കല്യാണത്തിന് ചെന്നാലും മരിച്ചതിന് ചെന്നാലും എല്ലാവരും നമ്മളൊരു കഥാപാത്രമായി. കാരണം നല്ല നിലയ്ക്ക് നടന്നവർ സമ്പത്തില്ലാതെ പൂക്കുകുത്തി വീണപ്പോൾ എല്ലാവർക്കും വേണ്ട. അവസാന കല്യാണത്തിന് പോകാതെയായി, മരിച്ചോടത്ത് പോകാതെയായി, ഇടവക പള്ളിയിൽ പോലും പോകാൻ പറ്റാത്ത അവസ്ഥയായി. വലിയ സങ്കടമാണ് പ്രിയപ്പെട്ടവരെ. എന്നിട്ട് 200 രൂപ കച്ചവടം തുടങ്ങി. ഞാൻ ഈ ഇലക്ട്രിക്കിന്റെ പ്ലംബിംഗ് ചെയ്യുന്ന പൈപ്പ് ഉപയോഗിച്ച് പെല്ലും മെൽബോട്ടിയും ഉണ്ടാക്കുന്നതായിരുന്നു എന്റെ ബിസിനസ്. അത് തകർന്നപ്പോൾ റബ്ബറിന് വേണ്ട ചിരട്ട ഉണ്ടാക്കാൻ തുടങ്ങി. അതും തകർന്നു. റബ്ബറും തകർന്നപ്പോൾ ഞാനും തകർന്നു. ചിരട്ട പോകുന്നില്ല, വില കിട്ടുന്നില്ല. അങ്ങനെ ആരെങ്കിലും 200 രൂപയ്ക്ക് ഒരു ദിവസം കച്ചവടം നടന്നാല് അതിലെ അച്ഛൻ പറഞ്ഞത് എത്ര രൂപ ലാഭം കിട്ടും? 20 രൂപ ലാഭം കിട്ടും. 200 രൂപയിൽ 20 രൂപ ലാഭം കിട്ടിയാൽ അതിന് 2 രൂപ ദശാംശം കൊടുക്കണം. അത് അന്ന് കൊടുക്കണം. ഇതിന് കച്ചവടക്കാരുണ്ടെങ്കിൽ കേട്ടോ, കടബാധിതക്കാരുണ്ടെങ്കിൽ കേട്ടോ, വേദനിക്കുന്നവരുണ്ടെങ്കിൽ കേട്ടോ,
പ്രിയപ്പെട്ടവരെ ഈ 2 രൂപ മാറ്റിയത് സ്നേഹബഹുമാനപ്പെട്ട വട്ടാരച്ചന്റെ വാക്കുകൾക്ക് ഞാൻ മാന്യത കൽപ്പിച്ചു. അത് ദൈവത്തിന്റെ വാക്കാണ്, ഒരു പ്രവാചകന്റെ വാക്കാ, അത് പിഴക്കില്ല. സാംസത്തിന്റെ വാക്ക് പറയട്ടെ, പിഴച്ച ചരിത്രമില്ല. 19 കൊല്ലമായി ഞാൻ അച്ഛന്റെ കൂടെ, അച്ഛൻ പറഞ്ഞൊരു വാക്ക് പിഴച്ചിട്ടില്ല. ഇത് പ്രവാചകന്റെ വാക്കാ. ആ 20 രൂപയ്ക്ക് 2 രൂപ ദശാംശം കൊടുത്തപ്പോൾ പിറ്റേ ദിവസം പറയപ്പെട്ടവരെ അത്ഭുതം എന്ന് പറയട്ടെ, 400 രൂപയുടെ കച്ചവടം, 40 രൂപ കിട്ടി ലാഭം, 4 രൂപ കൊടുക്കണ 10% കൊണ്ടുപോയി പള്ളിയിൽ ഇട്ടു. പിറ്റേ ദിവസം നോക്കുമ്പോൾ 800 രൂപയുടെ കച്ചവടം. എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. 80 രൂപയ്ക്ക് 8 രൂപ പള്ളിയിൽ കൊണ്ടുപോയിട്ടു. ആ വെള്ളിയാഴ്ച മറ്റാരച്ചനെടുത്തി എന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞതുപോലെ അച്ചിട്ട് പോലെ ഞാൻ ചെയ്തു വെച്ചാ. ഇന്ന് ഞാൻ എനിക്ക് കച്ചവടം കൂടി കൂടി വരികയാ. അപ്പോൾ അച്ഛൻ പറഞ്ഞു, മോനെ ഇൻസിഡന്റ് 3 കാര്യങ്ങളിൽ നിന്റെ സാക്ഷ്യം കൊടുക്കണം. ഒരു വീതം പള്ളി, ഒരു വീതം ധ്യാന കേന്ദ്രത്തിന്, ഒരു വീതം പാവപ്പെട്ടവർക്ക്. ഇങ്ങനെയാണ് ദശാംശം കൊടുക്കേണ്ടത്. ഒരു ദൂതാണ് പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കുള്ളൊരു ദൂതാണ് ഇത്. ഒരു വീതം പള്ളിയിലെ, ഒരു വീതം ധ്യാന കേന്ദ്രങ്ങൾക്ക്. കാരണം കർത്താവിന്റെ വചനം ലോകമെങ്ങും എത്തണം. പാവപ്പെട്ടവർക്ക് വലിയൊരു കാര്യമാണ് പ്രിയപ്പെട്ടവരെ. ഇത് ചെയ്ത്